താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. അപ്പോൾ ഇന്നിവിടെ സ്റ്റാർട്ട് ഹോളിഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവധിയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് ഫാളിൻ്റെ. അപ്പോൾ അടിപൊളി സ്പേസിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പ്ലേസ് ആണ്. നല്ലൊരു വാട്ടർ ഫൗണ്ടൈനും നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. പക്ഷെ എല്ലാവർക്കും അതിക്ക് മുന്നേ ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ഹാപ്പി താങ്ക്സ് ഗിവിംഗ് ഡേ. ഇനി താങ്ക്സ് ഗിവിംഗ് ഡേ എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം ചെറുതായിട്ടൊന്ന് പറയാം. പണ്ടൊക്കെ ആൾക്കാർ നമ്മുടെ കാനഡയിൽ വിളവെടുപ്പൊക്കെ നടക്കുമ്പോൾ നമുക്ക് കിട്ടിയ ധാന്യങ്ങൾ തന്നെയല്ലേ ചായന് പറയുന്നത്, നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് ദൈവത്തിനോട് നന്ദി പറയുന്ന സൂചകമായിട്ടാണ് താങ്ക്സ് ഗിവിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നെ പോകെ വന്നപ്പോഴത്തേക്കും അത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൽ മാത്രമായിട്ട് ഒതുങ്ങിട്ടോ. അങ്ങനെ ഒരു ഫാമിലി ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ ഡേ ആയിട്ടാണ് എല്ലാവരും ഈ ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ ഇപ്പോൾ ആഘോഷിക്കുന്നത്. പക്ഷേ നമ്മളും അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ അങ്ങ് ആഘോഷിച്ചേക്കാന്ന്. പിന്നെ ഈ താങ്ക്സ് ഗിവിംഗ് ഡേയിൽ സ്പെഷ്യലായിട്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ടർക്കി മേടിച്ചിട്ട് ബേക്ക് ചെയ്യുക. അത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ആ ഒരു ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ടർക്കി അങ്ങനെ ട്രൈ ചെയ്തിട്ട് നമുക്ക് അത്ര കണ്ടങ്ങ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മൾ ചിക്കനിലേക്ക് ഒതുങ്ങി. മാത്രമല്ല നമ്മൾ വിചാരിച്ചു ഓക്കെ അപ്പയുടെ അമ്മയുടെ അടുത്തേക്കൊക്കെ പോകാമെന്ന്. അപ്പോൾ പോകുന്നതിന് മുൻപൊരു ഫോൾ ഷൂട്ടും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെയും അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്ര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. കാനഡയിലെ താങ്ക്സ് ഗിവിംഗ് ഡേ എല്ലാ വർഷവും ഒക്ടോബറിലെ 2nd മൺഡേ ആണ് കേട്ടോ ആഘോഷിക്കുന്നത്. അതിന് കാരണം ഇവിടെ വിന്റർ നേരത്തെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ വിന്ററിന് മുൻപ് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് ഒരു താങ്ക് യു പറയുന്ന ഒരു ഡേ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അത് അമേരിക്കയിൽ 4th Thursday in November ആണ് കേട്ടോ. നമ്മുടെ റോങ്കുട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഫോട്ടോഷൂട്ട് നടത്തിയ പ്ലേസും കൂടെയാണ് കേട്ടോ ഇത്. തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ജാക്കറ്റ് എടുത്തിട്ടതാണ്. റോങ്കുട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോസ് എടുത്ത ചേട്ടനാണ് കേട്ടോ ഈ ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു തന്നത്. ആ ചേട്ടൻ വീട് ഇവിടെ എവിടെയോ ആയിരുന്നു. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. ഒരുപാടൊന്നും പോകേണ്ട 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. പക്ഷെ നമുക്കറിയില്ലായിരുന്നു. അന്ന് ചേട്ടൻ പറഞ്ഞ സ്പോട്ടാണ് കേട്ടോ ഇത്. പക്ഷെ അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് ഈ സ്പോട്ട് വീണ്ടും കണ്ടുപിടിച്ച് ഇവിടെ എത്തിയത്. അതുവരെ നമുക്ക് അഡ്രസ്സ് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ സ്പോട്ട് എവിടെയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ സൂപ്പർ അടിപൊളി. ചുമ്മാ ഇങ്ങനെ വന്ന് നടക്കാനൊക്കെ സമ്മറിലായിരുന്നെങ്കിൽ നമ്മൾ അടിപൊളിയായതിന് കുറച്ചുകൂടെ. ഇതിപ്പോൾ നല്ല തണുപ്പ്, അതുകൊണ്ടൊരു സുഖമില്ല. ഞങ്ങളിതാ അപ്പയുടെ അമ്മയുടെയും വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. റോയിച്ചൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഭംഗിയായിട്ട് എടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഹാപ്പി താങ്ക്സ് ഗിവിംഗ് ഡേ ചിക്കു. നിന്റെ ലാച്ച, പക്ഷെ ഇപ്പൊ എന്റെ ധാവണി അത്. ഓ എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. അങ്ങ് അർമാദിക്കും അങ്ങോട്ട്. എന്റെ അമ്മ എന്തൊരു സന്തോഷം. മതി. ഹാപ്പി താങ്ക്സ് ഗിവിംഗ് ഡേ മമ്മ. അതല്ല, ഇത് ചിക്കു എനിക്ക് പണ്ട് വൈരാഗ്യം തീർത്തതാ, എനിക്ക് മനസ്സിലായി. പക്ഷെ ചിക്കുവിന് എന്ത് വൈരാഗ്യം, കുഞ്ഞോളേച്ചിക്കായിരുന്നല്ലോ വൈരാഗ്യം പറയേണ്ടിയിരുന്നത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. സ്കൂൾ ബസ്സിലെ എന്റെ പെട്ടി, എന്റെ ബാഗ്. ഇപ്പൊ ഇത് എന്നെ ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു ചിക്കു. ഇത് ആക്ച്വലി ചിക്കുവിന്റെ ലാച്ചയാണെന്നാണ് ചിക്കു അവകാശപ്പെടുന്നത്. പക്ഷെ ചിക്കുവിന് ഇപ്പൊ അത് കേറില്ലാത്തത് കൊണ്ടും പൊക്കങ്ങ് വളരെ കൂടിപ്പോയത് കൊണ്ടും. പൊക്കൊന്നും കൂടിയിട്ടില്ല. ഇല്ല. Akku, it's literally dragging on the floor. Look at it. ഹീൽസിലാണ് മുത്തേ. ഭാഗമൊക്കെ ആവോ. ഇതിന് പറ്റിയ ബ്ലൗസ് ഇല്ല എനിക്ക്. ചിക്കൂസിന് ബ്ലൗസ് ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതെന്റെ ഇപ്പൊ താവണിയാക്കി. ചിക്കുവിന്റെ ലാച്ച എന്റെ താവണി. ചിക്കു അങ്ങനെയൊക്കെ പറയാം. നമ്മള് ചേച്ചി അനിക്കല, നമ്മള് ഷെയറിങ് ഈസ് കെയറിങ്, യു നോ. നോക്കട്ടെ. നല്ലല്ലേ, നല്ല ക്യൂട്ട് ഇയറിംഗ് ഒക്കെ ഇട്ട് പൊട്ടുകുത്തി അടുത്ത സുന്ദരി ഇന്ന് വിശപ്പിന്റെ ഇത് കാരണം പിണങ്ങി. ഞാൻ ഒരു 4-5 ടേക്കൊക്കെ പോയപ്പോഴത്തേക്കും ഡാൻസ് ചെയ്യും കുഞ്ഞിപ്പി തണുത്ത് മരവിച്ച്. ഞാൻ അല്ലെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ജാക്കറ്റ് ഉണ്ട്, മറ്റേ ഹാറ്റ് ഉണ്ട്, ബാക്കിയുള്ളവരൊന്നും. ഇന്നത്തെ താങ്ക്സ് ഗിവിംഗ് വീഡിയോയില് എൻ്റെ റോയിച്ചിനെ ഇതുവരെ ഞാൻ ഉൾപ്പെടുത്തിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം റോയിച്ചിനായിരുന്നു എൻ്റെ വീഡിയോഗ്രാഫർ.
അവസാനം ഡാൻസിന്റെ ടേക്സ് എണ്ണം കൂടിയപ്പം റോയിച്ചൻ ഭയന്ന് സ്വന്തം തടി രക്ഷപ്പെടുത്തി അകത്ത് കയറിയിരുന്നു. പിൻവാങ്ങി ചിക്കുവിനെ പറഞ്ഞു വിട്ടു വീഡിയോ. അവസാനം ഒരു 2 ടേക്ക് ചിക്കു എടുത്തു. അതോടുകൂടി ഖലാസ്. ഓക്കെ, എനിവേസ് ഞങ്ങൾ ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് സ്നാക്ക് ടൈമിൽ. കാരണം ഇപ്പോൾ സമയം 5 മണി. ഓക്കെ, 5 മണിക്കാണ് ഞങ്ങളുടെ ലഞ്ച്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരട്ടെ? കാണിച്ചു കൊടുത്താലോ? ചോറ്, മോരുകറി, ക്യാരറ്റ് ആൻഡ് ബീൻസ് തോരൻ, ഫിഷ് കറിയാണ് ഗൈസ്. ഫിഷ് കറിയാണ്. ഞാൻ വിചാരിച്ചു ഏതാ വേണ്ട, ടർക്കി അല്ല, പിന്നെ ചൊരയ്ക്കും പയറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് അമ്മ വന്നിട്ട് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട. പിന്നെ നമ്മുടെ ടർക്കിക്ക് പകരം നമ്മൾ ചിക്കൻ ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മ ഫിഷ് കറിയാണ് ഉണ്ടാക്കിയത്. എന്ത് ചെയ്യാനാണ് ഗൈസ്? എന്താണ് അമ്മ, ഒരു ഉത്തരവാദിത്വ ബോധം ഇല്ലല്ലോ. ഓക്കെ, എനിവേസ് അല്ല, എനിക്ക് ടർക്കി വേണ്ട അമ്മ, വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ലഞ്ചൊക്കെ കഴിച്ചിട്ട് ബാക്കിത്തെ കലാപരിപാടികൾ എന്താണെന്ന് റോയിച്ചോട് ചോദിക്കേണ്ടി വരും. ഇനി കലാപരിപാടികളൊന്നുമില്ല. ഒരു വൈനെങ്കിലും പ്ലീസ്. താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ട് കുപ്പി എടുത്തിട്ട് പോവാം. നമുക്ക് അവിടെ പോയി അടിച്ച്. അതെ, ജസ്റ്റ് വൈൻ, ഒള്ളി വൈൻ. ബിസ്ക്കറ്റ്, സ്പെഷ്യൽ ബിസ്ക്കറ്റ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഷർട്ട് എന്റെ കേട്ടോ. അല്ല കേട്ടോ, എന്റെ. അയ്യേ, പിന്നെ ഞാൻ ഇന്ന് മൊത്തം ഓസിലാണോ ഇരിക്കണേ? അയ്യേ, പക്ഷെ നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം, ഈ ഷർട്ട് എനിക്കല്ലേ ചേരണേ. ഇത് ശരിക്കും പെണ്ണുങ്ങൾ ഒന്ന് കാണിച്ചു കൊടുത്തേ മമ്മ, ഒന്ന് കാണിച്ചു കൊടുത്തേ. കാണിച്ചു കൊടുക്കേ. ഈ ഷർട്ട് ശരിക്കും ചേരുന്നത് എനിക്കല്ലേ. അടുക്കള മമ്മയുടെ അടുക്കളയാണോ ഞാനാണോ ഭംഗിന്ന്? അടുക്കള നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് കുക്കി ഒന്നും ഇല്ലല്ലോ, ഒരു വട്ടം എല്ലാം ക്ലീൻ ആണല്ലോ മമ്മ. ഇനി കൂടുതൽ ക്ലീൻ ആക്കാൻ ആർക്കും പറ്റൂല. ഓക്കെ, എനിവേസ് ഈ ഉടുപ്പ് എനിക്കല്ലേ ചേരുന്നത്. ഉടുപ്പെന്ന് ഈ ഷർട്ട് എനിക്കല്ലേ ഗൈസ് ചേരുന്നത്. ഞാൻ ഇട്ടിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ? കമന്റ് ബിലോ. റോയിച്ചിന് ഇനി ഞാനിത് കൊടുക്കില്ല ഞാൻ പറയട്ടെ. ഇന്നലെ ഇതിട്ടൊരു ഡാൻസ് ഒക്കെ കളിച്ചതിന്റെ അഭാവത്തിലല്ലല്ലോ, എന്തായിരുന്നു ഡാൻസ് ഒക്കെ കളിച്ചതിന്റെ സന്തോഷത്തില് എനിക്ക് നന്നായിട്ട് ചേരുന്നു. ഞാൻ തന്നെ അങ്ങ് വിലയിരുത്തി. ഇതിനി എന്റെ ആയിരിക്കും, റോയിച്ചിന്റെ അല്ല. ഇന്ന് മൊത്തം ഓസിലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പറയാതിരിക്കാൻ പറ്റില്ല. മമ്മയുടെ ക്യാരറ്റ് ആൻഡ് ബീൻസ് തോരൻ അടിപൊളി. അടിപൊളി. ബാക്കിയൊക്കെ സൂപ്പറാ. പക്ഷെ അതിന് കുറച്ചുകൂടെ ഭയങ്കര ടേസ്റ്റ്. കാരണം ഞാൻ സാധാരണ വെജിറ്റബിൾസ് അങ്ങനെ അധികം കഴിക്കുന്ന ആളല്ല. പക്ഷെ ഇത് നല്ല സൂപ്പർ, അടിപൊളി. ഞാൻ വിചാരിക്കുമായിരുന്നു ഐ ലൈക്ക് വെജിറ്റബിൾസ് എന്നാ പറയാൻ പറ്റില്ല, പൊട്ട തെറ്റാണല്ലോ എന്ന്. പക്ഷെ ഫ്രൂട്ട്സ് നമ്മൾ മാറ്റി പറഞ്ഞു, അതുകൊണ്ട് സമാധാനം. മീൻകറി ആണെങ്കിലും അടിപൊളി, മോരുകറി ആണെങ്കിലും സൂപ്പർ. പക്ഷെ ക്യാരറ്റ് ആൻഡ് ബീൻസ് തോരനാണ് കുറച്ചുകൂടെ എടുത്ത് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റ്. മാസ്ക് വരപ്പോ ഫോട്ടോ എടുത്തിട്ട് തരാതെ താങ്ക്സ് ഗിവിംഗ് എന്താ? താങ്ക്സ് പറയുന്നു. എന്നെ വളർത്തി ഇത്രയും വലുതാക്കി എന്നെ സുന്ദരി മണിയാക്കി വളർത്തി എന്റെ അപ്പയ്ക്ക് താങ്ക് യു. എന്നെ ഞാനെങ്കിലും പൊക്കണ്ട, വേറെ ആരും പൊക്കണില്ല. സത്യം അറിയാവുന്നവര് പൊക്കിയിരിക്കും, അറിയാൻ പാടില്ലാത്തോടെ പൊക്കാത്ത. ഉണ്ട്. അപ്പയുടെ മോളല്ലേ? ഹാപ്പി താങ്ക്സ് ഗിവിംഗ് ഡേ പപ്പ. അമ്മ ഉണ്ടാക്കി വെക്കണില്ലേ പപ്പയ്ക്ക് കഴിക്കാൻ? അമ്മ നാട്ടിൽ പോയ സമയത്ത് മോളുണ്ടാക്കി തന്നില്ലേ? അങ്ങനെയല്ല, ഫാമിലിയിൽ ഏറ്റവും മൂത്ത ആൾക്കാരാണ് മക്കളെയൊക്കെ വിളിച്ച്. അപ്പുറത്തെ വീട്ടിലെ അപ്പച്ചനൊക്കെ കണ്ടില്ലേ, മക്കളൊക്കെ അപ്പച്ചന്റെ അടുത്തേക്ക് വരും. അപ്പച്ചൻ അമ്മച്ചിയും കൂടെ കുക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ പറയുന്നത്. ഞാൻ ഒന്നുമില്ല, ക്യാമറ ആയിട്ട് വരുന്നില്ലേ? ഞാനൊരു സഞ്ചി തൂക്കിയാ വന്നേ. ക്യാമറയുടെ കാണിക്കരുത്, ക്യാമറയുടെ സഞ്ചി. എന്റെ അപ്പനില്ല. ഡോണ്ട് വറി ഗൈസ്, ഡോണ്ട് വറി. അപ്പനെ ആരും വഴക്കുറയണ്ട. എന്നാ ശരി, ഞങ്ങൾ ഇവിടുന്ന് പോവാ. എന്നെ ആരും വഴക്കുറയില്ല, ഞാനൊരു പൊട്ടിയല്ലേ. ഓക്കെ,
ഇതാണ് എൻ്റെ അമ്മ. ആർക്കും അറിയാത്ത പോലെ. ഓക്കെ, ഞങ്ങൾ ഇവിടുത്തെ പോവാണ്. അപ്പൊ താങ്ക് യു. ഞങ്ങളിനി പോയിട്ടൊന്നുമില്ല, പോയിട്ടൊരു മൂവിയൊക്കെ കാണും. അല്ലേ ചായ? ഇന്ന് ഏത് മൂവിയാ കാണുക? അയ്യോ, വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ ഒരു മൂവി എങ്കിലും ഒരു ദിവസം വെച്ച് കാണണം എന്നാണ് റോയിച്ച എന്നെ പഠിപ്പിച്ചേക്കണേ. പണിയെടുക്കില്ല, ഇന്ന് ഞങ്ങൾ പണിയെടുക്കില്ല, ഇന്ന് പണിയെടുക്കാൻ പാടില്ലെന്നാണ് റോയിച്ച എന്നോട് പറഞ്ഞിരിക്കണേ. ഏത് മൂവിയാ കാണുന്നേ? പറയാൻ പാടില്ലേ? പടങ്ങളൊന്നുമില്ല, നോക്കണം. പക്ഷെ ഞങ്ങള് കാണും. ഹാരി പോട്ടർ ഞാൻ തിരിച്ച് അങ്ങനെ കൊടുത്തു. ചിക്കു എന്നോട് പറഞ്ഞു ഹാരി പോട്ടർ വായിക്കണം, വായിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ്. ചിക്കു എനിക്കത് തന്നിട്ട് 1 മാസം ആയില്ലേ ചിക്കു? ആവാറായി. ഞാൻ പക്ഷെ ഒരു പേജ് പോലും ഒന്നും മറക്കാതെ, ഒരു കേടുപാടും വരുത്താതെ ചിക്കുവിന് വിത്ത് പ്രൂഫ് ഇതായി ക്യാമറയിൽ കൊടുത്തിരിക്കുന്നു. ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങള് ഇപ്പൊ പാതിരാത്രിയായി, ഇനിയിപ്പൊ പ്രാർത്ഥിച്ച് കിടന്നാൽ മതി. ഞങ്ങള് ഇന്നത്തെ ദിവസം കുഴപ്പമില്ലാണ്ട് എൻജോയ് ചെയ്തു. താങ്ക്സ് ഗിവിംഗ് എന്നും പറഞ്ഞ് നമ്മളങ്ങനെ ഒരുപാട് ആഘോഷങ്ങളൊന്നും നടത്താറില്ല കേട്ടോ. ജസ്റ്റ് വീട്ടിൽ പോകും, എല്ലാവരും ഒത്ത് ഒന്നിരിക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നിപ്പോ എക്സ്ട്രാ ഒരു ഫോട്ടോഷൂട്ടും കൂടെ നടത്തി. കാരണം ഇനിയിപ്പോൾ മഞ്ഞൊക്കെ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് പിന്നെ ഉള്ളി ഇൻസൈഡ് ദ ഹൗസ് ആണല്ലോ, അല്ലേ ചായ? അയ്യോ, 6-7 മാസം ഇനി ഉള്ളി ഇൻസൈഡ് ദ ഹൗസ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. Bye. In India, it's Tuesday morning. Tuesday morning. Monday night. And it's Monday night for us, for Canada. Bye.